രാജേഷ്. ദാസ. അതെ, ഞാൻ തന്നെ, നിന്റെ പഴയ ദാസ്. വരൂ. ഹേയ്, ഐ ആം ബാക്ക് ഹോം. ഇതാണ് എന്റെ കൊട്ടാരം. ദാസരിക്ക്. അയ്യോ, ആകെ നനഞ്ഞല്ലോ. ഒന്നുമില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് വീണു. വല്ലതും പറ്റിയോ? നീ ഇനി അതും പറഞ്ഞു കിടന്നു ഒരുകാതെ. വാ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മിസ്റ്റർ ദാസ്. ദാസനാണ് എന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. ഹി സേവ് മൈ ലൈഫ് ടു ബി പ്രിസൈസ്. നമ്മൾ തമ്മിൽ വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ആദ്യമായി പരിചയപ്പെടുകയല്ലേ, ഫോർമലായി തന്നെ പരിചയപ്പെടുത്താം. ഇതാണ് എന്റെ ബെറ്റർ ഹാഫ്, ശ്രീമതി തുളസി. എക്സ്ക്യൂസ് മീ. തുളസി. രാജേട്ടാ, എന്ത് പറ്റും തുളസി? എന്താണെങ്കിലും പറയൂ, എന്നോടല്ലേ? രാജേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് ദാസൻ. ദാസേട്ടനും ഞാൻ പറഞ്ഞിട്ടില്ലേ? Leave it dear. അതിന് തുളസി എന്തിനാ അപ്സെറ്റ് ആവുന്നത്? Come on, cheer up. ദാസ, നീ എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? കല്യാണത്തിന് മുൻപേ തുളസിക്ക് ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നുവെന്ന് അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ആ കഥയിലെ നായകൻ നീയായിരുന്നു എന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നിനക്കയച്ച കത്തുകളും ഇൻവിറ്റേഷനും മേൽവിലാസക്കാരനല്ലാതെ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അതൊരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ആയി ഞാൻ കരുതി. പക്ഷേ എനിക്കിതിപ്പോൾ തിരുത്തേണ്ടിയിരിക്കുന്നു. ദിസ് ഈസ് എ സ്ട്രേഞ്ചർ കോയിൻസിഡൻസ്. രാജേഷ്, എങ്കിൽ നിനക്ക് ഒരിക്കൽ കൂടെ തിരുത്തേണ്ടി വരും. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ സ്ട്രേഞ്ചസ്റ്റ് കോയിൻസിഡൻസ് ഇൻ യുവർ ലൈഫ്. നീ പണ്ടറിഞ്ഞിരുന്ന ദാസനെ മാത്രമേ എന്നിൽ ഇപ്പോഴും കാണുന്നുള്ളൂ. ബട്ട് ടുഡേ ഐ ആം മോർ ദാൻ ദാറ്റ്. ദാസനെന്ന് നീ എന്നെ വിളിച്ചാൽ ഇനി നാട്ടുകാരെ തിരുത്തും. ഐ എം നോട്ട് ജസ്റ്റ് ദാസൻ, ഐ എം താരാദാസ്. യെസ്, താരാദാസ്. നിന്നെ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? താരാശങ്കറിനെയും താരാദാസിനെയും പിടിച്ചു കെട്ടാൻ. ബോംബെയിൽ നിന്നും പ്രഗത്ഭനായ ഒരു കസ്റ്റംസ് ഓഫീസറെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോൾ അത് നീയായിരിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ബട്ട് ഐ എം ഹാപ്പി അബൌട്ട് വൺ തിങ്. ഞങ്ങൾ കള്ളക്കടത്തുകാർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ വരെ പ്രഗത്ഭനെന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ മാത്രം പേരും ഗുഡ്വില്ലും നീ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേടിക്കഴിഞ്ഞു. ഗുഡ്, ഐ എം പ്രൗഡ് ഓഫ് യു. ഞാൻ ലീവ് ദോസ് സെന്റിമെന്റ്സ് അസൈഡ്. എന്റെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പതറാറില്ല. സെന്റിമെന്റ്സിനെ കുറിച്ച് ഓർക്കുകയുമില്ല. നീയും അങ്ങനെ ആയിരിക്കണം. ഇന്ത്യൻ കസ്റ്റംസിന്റെ ലിസ്റ്റിലുള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇരകളിൽ ഒന്നാണ് ഞാൻ. എന്നെ കീഴടക്കാൻ കഴിഞ്ഞാൽ അത് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും. എന്തു ചെയ്യാം, ഈ പുതിയ ജീവിതത്തിൽ ദാസിന് കീഴടക്കിയ ശീലമുണ്ട്, കീഴടങ്ങിയ പാരമ്പര്യമില്ല. സോ സോറി. വരട്ടെ, വിൽ മീറ്റ്. വി ഹാവ് ടു ദാസ്. നോ, താരാദാസ്. തുളസി, ദാസ, നിന്നെ പണ്ട് 4-5 അക്ഷരം പഠിപ്പിച്ചൊരു മാഷാണ് ഞാൻ. ആ നന്ദിയെങ്കിലും. പക്ഷെ ഞാൻ വേണ്ട, നീ
നേരിട്ട് കണ്ടതിൽ കൂടുതലുള്ള വിശദീകരണം ഒന്നും വേണ്ട. മനസ്സിൽ അല്പമെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ എന്റെ മകളെ വെറുതെ വിട്ടേക്ക്. നടക്കണേ. നിന്റെ അമ്മ മരിക്കുമ്പോ നിനക്ക് 9 വയസ്സേ ഉള്ളൂ. അന്ന് തൊട്ട് ഇന്ന് വരെ നിന്നെ ഞാൻ എങ്ങനെയാ വളർത്തിയെന്ന് നിനക്കറിയാം. ഉപദേശിക്കാനല്ലാതെ ശിക്ഷിക്കാൻ ഈ അച്ഛന് കഴിയില്ല. നീ ഈ ബന്ധം മറക്കണം. ദാസന്റെ കുടുംബവും നമ്മുടെ കുടുംബവും നമ്മൾ പാവപ്പെട്ടവരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ദാസേട്ടൻ. പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും വ്യത്യാസം മാത്രമേ നിനക്ക് അറിയൂ. നീ അത്രയേ കണ്ടിട്ടുള്ളൂ. അച്ഛൻ കാണുന്ന വ്യത്യാസം അതിലെല്ലാം വലുതാണ്. പണത്തിന്റെയും നിലയുടെയും കാര്യം പറയാൻ ഇവർക്ക് എന്നുണ്ടായി ഇതെല്ലാം? ദാസന്റെ മുത്തച്ഛന്റെ കാലത്ത് അവർ നമ്മുടെ തറവാട്ടിലെ ആശ്രിതന്മാരായി. പിന്നെ ഇത്ര പെട്ടെന്ന് ഇതെല്ലാം എങ്ങനെയുണ്ടായി? എന്റെ മോൾക്ക് അറിയോ അത്? ദാസന്റെ അച്ഛൻ ഗൾഫിലായിരുന്നെന്നും അവിടെ കാർ ആക്സിഡന്റ് മരിച്ചുവെന്നും നീയും കേട്ടിരിക്കും. അവിടുത്തെ കൽത്തുറുങ്കിൽ കിടന്ന് ചാട്ടവാറടി കൊണ്ടാണ് അയാൾ മരിച്ചത്. കാരണം അറിയോ നിനക്ക്? നിയമത്തെയും സത്യത്തെയും ഒറ്റിക്കൊടുത്തതിന്, കള്ളക്കടത്തിന് ചരട് വലിച്ചത്. ദാസന്റെ അമ്മാവൻ ശങ്കരൻ എന്താ ജോലി ബോംബെയില്? അവിടുത്തെ പോലീസും കസ്റ്റംസുകാരും വേട്ടയാടി നടക്കുന്ന കള്ളക്കടത്തുകാരൻ. അന്തസ്സും നേരും അത് കടുകോളം കളയാതെയാണ് അച്ഛൻ ഇന്നുവരെ ജീവിച്ചത്. ഇനിയുള്ള നാളുകളിലും ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ആവാവുന്നുണ്ട്. എന്റെ മോളായിട്ട് അച്ഛനെ തോൽപ്പിക്കരുത്. മാഷെ, എന്റെ അച്ഛനും അമ്മാവനും ചെയ്ത തെറ്റിന്, ഞാൻ അറിയാത്ത തെറ്റിന് മാഷിനെ ശിക്ഷിക്കരുത്. ഞാൻ തുളസി ഇഷ്ടപ്പെട്ടതും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതും. നോക്കൂ ദാസ, തർക്കിച്ചും ഏറെ വിസ്തരിച്ചൊന്നും ആരെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് വയ്യ. ഈശ്വരനെ ഓർത്ത് നീ ഇതും കൂടെ മറക്കും. എന്തിനു വേണ്ടി? നിന്റെ അമ്മയുണ്ടല്ലോ കുഞ്ഞലക്ഷ്മി, അവളുടെ അനുഭവം എന്റെ തുളസിക്കുണ്ടാവരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ. പട്ടിണി കിടന്ന് മരിക്കാനാണ് വിധി എന്ന് വെച്ചാലും എന്റെ മോക്ക് ആ ഗതി വരാൻ ഞാൻ അനുവദിക്കില്ല. മാസ്റ്റർ ക്ഷമിക്കണം. മാസ്റ്റർ തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ എനിക്ക് മാസ്റ്റർ സ്വീകരിക്കേണ്ടി വരും. മാസ്റ്റർ അഭിപ്രായം തീരുമാനം തന്നെ ആവണമെന്നില്ലല്ലോ തുളസിയുടെ. ഞാൻ വിളിച്ചാൽ തുളസി ഇറങ്ങി വരുമെങ്കിൽ ആരെതിർത്താലും ശരി, ഞാൻ അവളെ സ്വീകരിക്കും. അതിന് അവൾ തയ്യാറല്ലെങ്കിലോ? അത് അവളല്ലേ തീരുമാനിക്കണം. പറയൂ തുളസി, ഞാൻ വിളിച്ചാൽ നീ കൂടെ ഇറങ്ങി വരില്ലേ? അവൾ എന്റെ മോളാണ്. ഞാൻ അവൾക്ക് കൊടുത്തത് ഒരായുസിന്റെ മുഴുവൻ സ്നേഹമാണ്. അത് ചവിട്ടി അരച്ചുകൊണ്ട് ഇറങ്ങിപ്പോവാൻ എന്റെ തുളസിക്ക് സാധിക്കില്ല ദാസ്. തുളസി, അന്ന് തുളസി എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ അതിൽ കൂടുതലായി വേറൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് നഷ്ടപ്പെടാൻ. ഏത് തെറ്റിന്റെ പേരിൽ തുളസി എനിക്ക് നിഷേധിക്കപ്പെട്ടുവോ, എന്റെ വൈരാഗ്യം ആ തെറ്റിനോടുള്ള ആസക്തിയായി മാറി. അമ്മ എതിർത്തു, ഞാൻ കൂട്ടാക്കിയില്ല. പക വീട്ടുകയായിരുന്നു, എന്നോട് തന്നെ. അത് തുളസിയോടോ. പിന്നെ പിന്നെ ആ തെറ്റിനെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇന്നതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. ദാസ് താരാദാസായി മാറിയതും രാജേഷ് തുളസിയുടെ ഭർത്താവായതും എന്നെ കീഴടക്കാൻ നിയോഗിക്കപ്പെട്ടതും എല്ലാം വിധിയുടെ വിനോദമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോ ഇന്ന് ജീവിക്കുന്ന ഈ നിമിഷത്തോട് മാത്രമേ എനിക്ക് കടപ്പാടുള്ളൂ. ദാസേട്ടാ, ഞാൻ
ദാസ, നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇന്ന് നാം ശത്രുക്കളായി. ശരിയാണ്. എന്നെ പിന്തിരിപ്പിക്കാൻ നിനക്കോ നിന്നെ പിന്തിരിപ്പിക്കാൻ എനിക്കോ കഴിയില്ല. ഫോർ ദ പാസ്റ്റ്. അങ്കത്തട്ടിൽ നിൽക്കുമ്പോൾ ശത്രുവിന്റെ നാശത്തിൽ കുറഞ്ഞൊന്നും എനിക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല. ഐ കാൻ ഹെൽപ്പ് ഇറ്റ്.